നമ്മൾ പച്ചമുളകൊക്കെ ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ആ തണ്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തണ്ട് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു ബോക്സിലാക്കുക. പിന്നെ ഇതിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒരു ടവൽ യൂസ് ചെയ്തൊന്ന് തുടയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകി അതിന് നനവ് ഫുള്ളായി കളഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലൊരു ബോക്സിലാക്കി വെക്കുക കേട്ടോ. നനവോടുകൂടി വെക്കേണ്ട. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ സെപ്പറേറ്റ് ചെയ്ത തണ്ടിൽ നമ്മൾ കുറച്ച് വെള്ളം, അതിലൊരു ചീഞ്ഞ പച്ചമുളകും ഉണ്ട് കേട്ടോ, ഇട്ടിട്ട് ഒരു 6-7 മണിക്കൂർ ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ അരിച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പിയിൽ സ്പ്രേ ബോട്ടിലാക്കുക കേട്ടോ. അങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ള ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർ, ഇപ്പോൾ കറിവേപ്പാണെങ്കിൽ മുരടിച്ച് നിൽക്കുന്ന കറിവേപ്പാണെങ്കിലും പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും അത് റോസാ ചെടിയാണെന്നുണ്ടെങ്കിലും ഒക്കത്തിൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മുരടിപ്പ് മാറാനും അതുപോലെ പുഴുക്കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.